ദൈവസ്വരം കേട്ട് നസ്രത്തിലേക്ക് തിരുക്കുടുംബത്തെ നയിച്ചവനെ, ദൈവഹിതത്തെ പിൻചൊല്ലിടുവാൻ ഈശോയ്ക്കു മാതൃകയായവനെ, അനുസരണത്തിൻ നിദാനമേ, എളിമതൻ വിളനിലമായവനെ, സർവേശനേകിയ ദർശനങ്ങൾ പൂർണ്ണമായി പാലിച്ച പുണ്യവാനേ, തിരുസഭാമാതാവിൻ പാലകനെ, മക്കളാം ഇവരെ നീ ഓർക്കണമേ. പാലകന്റെ പാധേയം. ആരാധിച്ചിടുവാനായി അങ്ങേ സന്നിധി തന്നിൽ ചേരുന്നു, പാടുന്നു, നാമം വാഴ്ത്തുന്നു. മാലാഖമാരോടു ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. മാലാഖമാരോടു ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. താബോറിൽ തളിരിട്ട കൃപയേ, തളരുമ്പോൾ തണലായ കരമേ, താബോറിൽ തളിരിട്ട കൃപയേ, തളരുമ്പോൾ തണലായ കരമേ, വാനിലും ഈ ഭൂവിലും നിന്നെ വാഴ്ത്തുന്നു. വാനിലും ഈ ഭൂവിലും നിന്നെ വാഴ്ത്തുന്നു. മാലാഖമാരോടു ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. മാലാഖമാരോടു ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ആത്മാവിലും സത്യത്തിലും അങ്ങയെ ആരാധിക്കാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനുമായി അങ്ങയുടെ ദൈവജനം അങ്ങയെ കാത്തു പാർത്തിരിക്കുന്നു. വചനം കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, മാസായിലും ഇരീബായിലും ശുദ്ധജലം തെളിച്ചവൻ, മരുഭൂമിയെ മരുപ്പച്ചയാക്കി മാറ്റിയവൻ, ചെങ്കടലിനെ രണ്ടായി പകുത്തവൻ, പ്രവാചകന്മാരിലൂടെയും ന്യായാധിപന്മാരിലൂടെയും ആദ്യ നാളുകളിൽ സംസാരിച്ചവൻ, കാലത്തിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യനായി അവതരിച്ചവൻ, ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവം. ഈ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ ഈ സമയം ഞങ്ങൾക്കായി തരുന്നതിനായി നന്ദി പറയുന്നു. സ്നേഹത്തോടെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ ചേർത്ത് പിടിക്കാം. നമ്മുടെ നല്ല അനുഭവങ്ങളെ നന്ദിയോടെ നമുക്ക് കൊടുക്കാം. ഒപ്പം ക്ലേശകരമായതും കൈപ്പേറിയതുമായ അനുഭവങ്ങളെ അതേ കരങ്ങളിൽ തന്നെ സ്നേഹത്തോടെ നമുക്ക് ഏറ്റുവാങ്ങാം. ഓ ഈശോയെ, പ്രത്യേകിച്ചും ഈ ദിവസം വലിയ സഹനങ്ങളിലൂടെ, കാരണങ്ങൾ എന്താണെന്നറിയാത്ത സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുന്ന എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ തിരുമുമ്പിൽ സ്നേഹത്തോടെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു.
അങ്ങയുടെ വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നു. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ സഞ്ചരിക്കണം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണം. മറിയത്തെ, യൗസേപ്പിനെ ആ വഴിയിലൂടെ നീ നടത്തി. ശിഷ്യഗണത്തെ ആ വഴിയിലൂടെ നീ നടത്തി. വിശുദ്ധാത്മാക്കളെ ആ വഴിയിലൂടെ നീ നടത്തി. ഇതാ നല്ലതും ക്ലേശകരവുമായത് പരാതികളും പരിഭവങ്ങളും കൂടാതെ സ്വീകരിക്കാൻ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. പരിദേവനങ്ങളെല്ലാം പ്രാർത്ഥനകളാക്കി മാറ്റണമേ. പരാതികളില്ലാതെ അങ്ങയെ മഹത്വപ്പെടുത്താൻ ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കണമേ. കൈപ്പേറിയ വരുമ്പോഴും സന്തോഷകരമായത് സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഒരു കരം കൊണ്ട് കണ്ണുനീര് തുടച്ച് മറുകരം ഉയർത്തിക്കൊണ്ട് സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ നിന്റെ ദൈവജനത്തെ പഠിപ്പിക്കണമേ. സന്തോഷങ്ങളുടെ കാലത്തെന്നതുപോലെ തന്നെ സന്താപങ്ങളുടെ കാലത്തും ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തട്ടെ. സ്നേഹത്തോടെ ഈശോയിലേക്ക് നമ്മുടെ വേദനകളും സഹനപീഠകളും ആരോടും പങ്കുവെക്കാൻ കഴിയാത്ത പ്രതിസന്ധികളും എല്ലാം നമുക്ക് അർപ്പിക്കാം. പരിഹാരം ഒരുപക്ഷെ ഈ ഭൂമിയിൽ വെച്ച് ഒരിക്കലും ലഭിക്കാൻ ഇടയില്ല എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളെ നമുക്ക് കൊടുക്കാം. വീട്ടിലുണ്ടായ ആകസ്മികമായ മരണം, ദുരിതങ്ങൾ സംഭവിക്കരുത് എന്ന് എന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സംഭവം സംഭവിച്ചു പോയത് സ്നേഹത്തോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. സ്നേഹത്തോടെ കൊടുത്തുകൊണ്ട് പറയാം, കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറട്ടെ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അങ്ങേക്ക് തെറ്റു പറ്റുകയില്ലല്ലോ. വിളിച്ച അവിടുന്ന് ഞങ്ങളെക്കാൾ വിശ്വസ്തരാണ് എന്ന് ഞങ്ങൾക്കറിയാം. സ്നേഹത്തോടെ നൽകിക്കൊണ്ട് ഈശോയെ നമുക്ക് ആരാധിക്കാം. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. കർത്താവേ നന്ദി, കർത്താവേ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. ദൈവമേ മഹത്വം തരുന്നു, ദൈവമേ ആരാധിക്കുന്നു, ദൈവമേ മഹത്വപ്പെടുത്തുന്നു, ദൈവമേ ആരാധിക്കുന്നു, ദൈവമേ നന്ദി പറഞ്ഞ് എല്ലാം സ്വീകരിക്കുന്നു, ദൈവമേ നന്ദി പറഞ്ഞു എല്ലാം സ്വീകരിക്കുന്നു, ദൈവമേ ദൈവമേ നന്ദി, ദൈവമേ ദൈവമേ ആരാധന, ദൈവമേ നന്ദി. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടേണമേ. എൻ്റെ ഹിതം പോലെയല്ല എൻ പിതാവേ, എൻ യഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടേണമേ. ഈശോയുടെ ഹിതത്തിനായി നമുക്ക് നമ്മളെ തന്നെ കീഴ്പ്പെടുത്താം. നമ്മുടെ ഹിതങ്ങളല്ല, ഈശോയുടെ ഹിതങ്ങളല്ലേ നമ്മളിൽ സാധ്യമാകേണ്ടത്, കടന്നു വരേണ്ടത്. മറിയം പരിശുദ്ധിയായ സ്ത്രീയായി മാറിയത് എങ്ങനെയാണ്? അവൾ ദൈവഹിതത്തിന് തന്നെ കീഴ്പ്പെടുത്തി. യൗസേപ്പ് ഏറ്റവും വിശുദ്ധനും നീതിമാനുമായത് മാറിയത് എങ്ങനെയാണ്? ദൈവഹിതത്തിന് തന്നെ കീഴ്പ്പെടുത്തി. കർത്താവേ, അങ്ങയുടെ ഹിതത്തിന് കീഴ്പ്പെടുവാൻ ഞങ്ങളെ നീ അനുവദിക്കുക. ഞങ്ങളുടെ ഹൃദയങ്ങളെ അതിനു വേണ്ടി വെട്ടി ഒരുക്കുക. സ്വീകരിക്കാനും ബുദ്ധിമുട്ടുള്ളതും കൈപ്പേറിയതുമായ അനുഭവങ്ങളെ സന്തോഷകരമായ അനുഭവങ്ങൾ എന്നതുപോലെ തന്നെ സ്വീകരിച്ച് അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകിക്കൊണ്ട് ആമേൻ പറയാൻ ദൈവമേ ഈ മണിക്കൂറിൽ ഞങ്ങളെ അനുവദിക്കേണ്ടതിനായി വിശുദ്ധാത്മാക്കളോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഞങ്ങളുടെ ഹിതമല്ല, ഞങ്ങളുടെ സ്വർഗീയ ദൈവത്തിൻ്റെ ഹിതം ഞങ്ങളിൽ പൂർത്തിയാകട്ടെ. സ്നേഹത്തോടെ ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ വീരുന്നോമേശകളിൽ കൈപ്പൂനീർ മാത്രം വിളമ്പിയാലും മട്ടുവരെ കുടിച്ചിടുവാൻ സ്വർഗദാതാ കേൾപ്പേകണേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടേണമേ.
ഈശോയുടെ അടുത്തേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വിരുന്ന് മേശയിൽ വിളമ്പപ്പെടുന്ന നല്ലതും വിപരീതവുമായ എല്ലാ അനുഭവങ്ങളെയും സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥിച്ചിട്ടും വഴിമാറാത്ത ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എല്ലാത്തിനും മറുപടി ലഭിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതെ, സ്നേഹത്തോടെ ഈശോയോട് പറയാം, മറുപടി ലഭിക്കാതിരിക്കുമ്പോഴും പരിഹാര മാർഗങ്ങളൊന്നും തെളിയാതിരിക്കുമ്പോഴും ജീവിതത്തിൻ്റെ വിരുന്നു മേശയിൽ ഏറ്റവും വിപരീതമായ വിഭവങ്ങൾ കൊണ്ട് നിറയപ്പെടുമ്പോഴും ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേക്ക് തെറ്റുപറ്റുകയില്ലല്ലോ. തെറ്റുപറ്റാത്തൊരു ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങൾ വേദനിക്കേണ്ടതായില്ലല്ലോ. ദൈവമേ ആരാധിക്കുന്നു. ദൈവമേ, നല്ല അനുഭവങ്ങൾക്ക് നന്ദി, വിപരീതമായ അനുഭവങ്ങൾക്ക് നന്ദി. നിന്റെ പാഠങ്ങളും ചട്ടങ്ങളും ഞങ്ങളെ അഭ്യസിപ്പിക്കുന്നതിനായി നന്ദി. ഈശോയെ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ നന്ദി. നൊമ്പരങ്ങൾക്ക് പിന്നിലുള്ള നിന്റെ മഹത്വം കണ്ടിടുവാൻ ഉന്നതമാ ജ്ഞാനമേകൂ സ്വർഗദാതാ എന്നപ്പായേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. സഹോദരങ്ങളെ, വിശുദ്ധ യൗസേപ്പിനോടൊപ്പമുള്ള നമ്മുടെ ഈ ആത്മീയ യാത്രയുടെ 18ാം ദിവസത്തിലാണ് നമ്മളിന്ന്. ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാം മനോഹരമാകാനല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ ദിവസം നമ്മൾ കാര്യമായി ഈശോയുടെ മുമ്പിൽ വന്ദനായ യൗസേപ്പിനോടും പരിശുദ്ധിയായ മറിയത്തോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ എല്ലാം സ്വീകരിക്കാനുള്ള കൃപയ്ക്കായിട്ടാണ്. അതുകൊണ്ട് ഇന്നത്തെ വിഷയം ഇതാണ്: എല്ലാം സ്വീകരിക്കാൻ പഠിപ്പിക്കുന്ന യൗസേപ്പ്. ദൈവവചനം: ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ജോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം തിരുവചനം. ഇക്കഴിഞ്ഞ ഡിസംബർ മാസം 8-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറക്കിയ പിതാവിൻ്റെ ഹൃദയത്തോടെ എന്ന ചെറുലേഖനത്തിൽ, അപ്പസ്തോലിക ലേഖനത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടൈറ്റിലാണ് ഇത്. എല്ലാം സ്വീകരിക്കാൻ പഠിപ്പിക്കുന്ന പിതാവാണ് യൗസേപ്പ് പിതാവെന്ന്. 2 കാര്യങ്ങളുണ്ട്, ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിൽ 2 കാര്യങ്ങൾ നമുക്കിന്ന് കാണണം. ഒന്നാമത്തെ കാര്യം ഇതാണ്: ഒരാത്മാവിന് ദൈവം അവൻ്റെ വളർച്ചയിൽ 3 വിഭവങ്ങൾ നിരത്തും. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയിൽ 3 കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വിളമ്പിത്തരും. 1, വളരെ നല്ലത്, ചോദിക്കുന്നതെല്ലാം തരുന്ന നല്ല വിഭവങ്ങൾ. ദൈവത്തിന് നമ്മൾ നന്ദി പറയും. 2ാമത്തത്, വളരെ മോശം വിഭവങ്ങൾ. നമുക്ക് വിഷമം തോന്നും, പരാതി പറയും, കുറച്ച് കഴിയുമ്പോൾ കുഴപ്പമില്ല എന്ന് കരുതി നമ്മൾ വിട്ടുകളയും. 3ാമത്തത്, ഒരു പിടിയും കിട്ടാത്ത വിഭവങ്ങൾ. നല്ല വിഭവങ്ങൾ കിട്ടുമ്പോൾ ആരാധിക്കാം, മോശ വിഭവങ്ങൾ കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് ഉപരിനന്മ ഉണ്ടായേക്കുമെന്ന് കരുതിക്കൊണ്ട് നമുക്കതും കടിച്ചിറക്കി സ്വീകരിക്കാം. എന്നാൽ ഒരു പിടിയും കിട്ടാത്തതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ, ആകസ്മികമായ മരണം, വീട്ടിൽ സംഭവിക്കരുതേ എന്ന് സ്വപ്നങ്ങളിൽ പോലും പ്രാർത്ഥനയാക്കി മാറ്റിയിരുന്ന കാര്യം, ദുരിതങ്ങൾ, ആവർത്തിച്ച് പ്രാർത്ഥിച്ചിട്ടും വഴിമാറാത്ത കാര്യങ്ങൾ, സ്വഭാവത്തിലെ ചില വൈകല്യങ്ങൾ, ഇതാ ഒരു പിടിയും കിട്ടുന്നില്ല. യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും ജീവിതത്തിലേക്ക് വരിക. യൗസേപ്പ് ഒരു ബ്രഹ്മചാരിയായി അല്ലെങ്കിൽ ഒരു വ്രതം സ്വീകരിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു എന്ന് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു ദിവസം സൂചിപ്പിച്ചു. അവൻ്റെ ചെറുപ്പത്തിലെ തന്നെ അവൻ്റെ ജീവിതം ദൈവകരങ്ങളിൽ കൊടുത്തതാണ്. അവനെ പിടിച്ചു വലിച്ചാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മറിയവുമായുള്ള വിവാഹത്തിനായി ചേർത്ത് വെച്ചത്. മറിയവുമായുള്ള വിവാഹം അവൻ്റെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ വിഭവമായിരുന്നു. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ഇതാ അവർ പരസ്പരം സഹവസിക്കുന്നതിന് മുമ്പ് അവൾ ഗർഭിണിയായി കാണപ്പെടുന്നത്. അവൻ്റെ ഹൃദയം നീറുന്നത് പല കാര്യങ്ങൾ കൊണ്ടാണ് എന്ന് നമ്മൾ ഓർക്കണം. വെറുതെ
അവൾ അവൾ ഗർഭിണിയായി കണ്ടു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, മറിച്ച് അവൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്: ദൈവമേ, ഞാൻ നിനക്കു വേണ്ടി സമർപ്പിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ദേവാലയത്തിൽ പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും പ്രാർത്ഥിക്കാൻ ഇറങ്ങിയ മനുഷ്യനായിരുന്നു ഞാൻ. എന്നിട്ട് എന്നെ പിടിച്ച് ഇതുപോലെ വിശുദ്ധയായ ഒരു സ്ത്രീയെ ഏൽപ്പിച്ചു. എന്നിട്ടാകട്ടെ എന്നോട് ചോദിക്കാതെ, എന്നോട് ഒരു വാക്കുപോലും പറയാതെ അവളുടെ മേൽ നിന്റെ മഹത്വം ഇറങ്ങി വന്നു. എനിക്ക് പിടിപോലും കിട്ടുന്നില്ലല്ലോ ദൈവമേ, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ഇവൻ വല്ലാതെ വിഷമിച്ചു. പിടിയില്ല ദൈവമേ എന്നോർത്തുകൊണ്ട് വേദനിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന്, ദൈവദൂതൻ കടന്നു വന്ന് അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് എന്ന് വെളിപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, പിടിയില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ വരും. പോപ്പ് ഫ്രാൻസിസ് പറയുന്നത് ഇങ്ങനെയാണ്: ജീവിതത്തിൽ മാറ്റാൻ കഴിയുന്ന ചിലതുണ്ട്, മാറ്റാൻ കഴിയാത്ത വൈകല്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്തു പറയും? വഴിമാറുന്ന ചില കാര്യങ്ങളുണ്ട്, വഴി മാറാത്തവയെക്കുറിച്ച് എന്ത് പറയും? നന്നായി പോകുന്നൊരു പെൺകുട്ടി, അവളുടെ ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു ജീവിത പങ്കാളി കടന്നു വരുന്നു. ഒടുക്കം അയാൾ തന്നെ ബോധപൂർവ്വം ഇവളെ വഞ്ചിച്ച് ഡിവോഴ്സിന് വേണ്ടി ഫയൽ ചെയ്യുന്നു. ഇവളാകെ തകർന്നു പോകുന്നു. അവൾ കരുതി കഴിഞ്ഞ കാലത്തിലെ പാപങ്ങളാണ് എന്ന് നീ ഓർമ്മപ്പെടുത്തിയാൽ എനിക്ക് സന്തോഷമായി, ഞാൻ പരിഹാരം ചെയ്യാം. പക്ഷേ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ. ഒരു പിടിയും കിട്ടാതിരിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ കഴിയണം: ദൈവമേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എങ്കിലും ഞാൻ നിന്നെ ആരാധിക്കുന്നു. ദൈവമേ, എനിക്ക് യാതൊരു വിധത്തിലും തെളിഞ്ഞു വരുന്നില്ല, എങ്കിലും ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഒരു ദിവസം യൗസേപ്പും ഈശോയും കൂടി ആശാരിപ്പുരയിലിരുന്നു കൊണ്ട് വർക്കുകൾ ചെയ്യുകയാണ്. ആശാരിപ്പണി എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ജോലി മാത്രമല്ല അവർ നിർവഹിച്ചത്, നമ്മുടെ നാട്ടിലെ മേസന്മാരുടെ ജോലികൾ ഉൾപ്പെടെ അവർ നിർവഹിച്ചിരുന്നു. അവരിങ്ങനെ ആശാരിപ്പണി ചെയ്യുന്ന നേരത്ത് ഈശോ ചോദിച്ചു, അപ്പനിങ്ങനെ അമ്മയെ സ്വീകരിച്ച സമയം വല്ലാത്ത വിഷമകരമായിരുന്നു എന്ന് എനിക്കറിയാം. സത്യത്തിൽ എന്താണ് അന്ന് സംഭവിച്ചത്? അപ്പോൾ പറഞ്ഞു, മോനെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നല്ലത് തരാറുണ്ട്, ചിലപ്പോൾ മോശപ്പെട്ടതും എനിക്കുണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ വലിയ ദാവീദിൻ്റെ ഗോത്രത്തിൽ പിറന്നവനാണ് എന്ന് നിനക്കറിയാമല്ലോ. പക്ഷേ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും മരണശേഷം, എൻ്റെ അപ്പനായ യാക്കോബിൻ്റെയും അമ്മയായ റാഹേലിൻ്റെയും മരണശേഷം ജ്യേഷ്ഠാനുജന്മാരെല്ലാം കലഹിച്ച് എൻ്റെ സ്വത്തെല്ലാം അപഹരിച്ചു. പക്ഷെ എനിക്കറിയാമായിരുന്നു ദൈവത്തിന് അതിൻ്റെ മേൽ ഉന്നതമായ പദ്ധതിയുണ്ട് എന്ന്. പക്ഷേ ഈ കാര്യം വന്നപ്പോൾ മോനെ, സത്യത്തിൽ ഞാൻ ആകപ്പാടെ വിഷമിച്ചു പോയി. കാരണം മിശിഹായ നിന്നെ സ്വീകരിക്കാനോ ശുശ്രൂഷിക്കാനുള്ള കെൽപ്പ് എനിക്കില്ല. അതുകൊണ്ട് അങ്ങനെയായ ഒരു പരിശുദ്ധിയായ സ്ത്രീയെ ചേർത്ത് പിടിക്കാനും എനിക്ക് കഴിയില്ല. എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. എന്നിട്ട് അന്ന് രാത്രി ഞാൻ വിഷമിച്ച് കർത്താവിൻ്റെ കൈകളിൽ എന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്ന നേരത്താണ് മോനെ, സത്യത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് എന്നോട് പറയുന്നത് നിൻ്റെ അമ്മയെ സ്വീകരിക്കണമെന്ന്. മോനെ, ഒരു പാഠം നീ എപ്പോഴും സ്വീകരിക്കണം. ഒരു പിടിയും കിട്ടാത്ത നേരത്ത് നീ ദൈവത്തോട് പറയണം, ദൈവമേ, ഒരു പിടിയും കിട്ടുന്നില്ല എങ്കിലും ഞാൻ സ്വീകരിക്കുന്നുവെന്ന്. യൗസേപ്പ് മരിച്ചു. ഈശോയുടെ പരസ്യ ജീവിതം തുടങ്ങി. നോമ്പ് കാലത്തിലാണല്ലോ സഹോദരങ്ങളെ നമ്മളിത് ചിന്തിക്കുന്നത്. അവൻ നാളുകൾക്ക് ശേഷം ഈശോ മടങ്ങിപ്പോകേണ്ട സമയത്ത് ഗെത്സമൻ തോട്ടത്തിലിരിക്കുകയാണ്. അവൻ സ്വർഗത്തിലെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഈ കാസ മാറിക്കിട്ടണം. സ്വർഗത്തിലെ ദൈവമേ, കാസ മാറിക്കിട്ടണം. രണ്ടാമതും പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അവൻ്റെ അപ്പൻ പഠിപ്പിച്ച പാഠം ഓർത്തു. മോനെ, ഒന്നും പിടികിട്ടുന്നില്ല എങ്കിലും സ്വീകരിക്കണം. മൂന്നാമത്തെ പ്രാർത്ഥന വഴിമാറി അവൻ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ദൈവമേ, എങ്കിലും ഈ പാനപാത്രം ഞാൻ സ്വീകരിക്കുന്നുവെന്ന്. ഒരാത്മാവിനെ വളർത്താൻ ശ്രമിക്കുമ്പോൾ ഈ 3 വിഭവങ്ങളും ദൈവം തന്നേക്കാം. സ്നേഹത്തോടെ സ്വീകരിക്കണം. രണ്ടാമത്, ഒരാത്മാവിനെ ദൈവം വളർത്താൻ ശ്രമിക്കുമ്പോൾ കുറേ കാലത്തേക്ക് ദൈവം ചിലപ്പോൾ കൈവിട്ടു എന്ന് വന്നേക്കും. പറഞ്ഞാൽ നമ്മളെ വിട്ടുകളഞ്ഞതുപോലെ ആയി നമുക്ക് അനുഭവപ്പെടും. വിട്ടുകളയുന്നത് നശിപ്പിക്കാനല്ല, വളർത്താനാണ്. മാറ്റി നിർത്തുന്നത് വകഞ്ഞ് വഴിമാറ്റാൻ വേണ്ടിയിട്ടല്ല, പുതിയ വഴികൾ നമുക്കായി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അന്ന് കാര്യമായി അമ്മ മറിയവുമായി പോവുകയാണ്. അഗസ്റ്റസ് സീസർ പറഞ്ഞിട്ടുണ്ട്,
പിതൃഭവനത്തിൽ പിതൃഗ്രാമത്തിൽ പോയി പേരെഴുതിക്കണമെന്ന്. ഗർഭിണിയായ മറിയവുമായി പോകുന്ന നേരത്ത് അവിടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ മുഴുവൻ ചീത്ത വിളിക്കുന്നുണ്ട്. എന്താണ് ചീത്ത വിളിക്കുന്നത്? ഗർഭിണിയായ ഈ സ്ത്രീയെ ഈ കഴുതയുടെ പുറത്ത് കയറ്റിക്കൊണ്ട് പോരുന്ന ഇവനെന്തൊരു കഴുതയാണ്. കാരണം അവൾ ഭവനത്തിൽ കഴിയേണ്ടതല്ലേ, നസ്രത്തിൽ കഴിയേണ്ടവളല്ലേ, എന്നിട്ട് എന്തിനാണ് ഇവനെ കൊണ്ടുവരുന്നത്? എന്തൊരു ക്രൂരനാണിവൻ. ഇതൊക്കെ പറയുന്ന നേരത്തും ഇവൻ മൗനം പാലിച്ചു. അവരുടെ വാ അടയ്ക്കാൻ, നാവിനെ നിശ്ചലമാക്കാൻ അവന് പ്രാർത്ഥിക്കാമായിരുന്നു. പക്ഷേ ദൈവം ഇവനെ ഉന്നതമായ കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണ് എന്ന് യൗസേപ്പിന് അറിയാമായിരുന്നു. മറിയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് മിശിഹ ആണെന്ന് വേണമെങ്കിൽ അവന് പറയാമായിരുന്നു. പക്ഷെ ഇത് പറയാൻ അവന് അവകാശമില്ലാത്തത് കൊണ്ട് അതിലും അവൻ മൗനം പാലിച്ചു. സഹോദരങ്ങളെ, എല്ലാം സ്വീകരിക്കാൻ നമ്മുടെ ജീവിതത്തിൻ്റെ വിരുന്നുമേശയിൽ ദൈവം വിളമ്പിത്തരുന്ന നല്ലതും ക്ലേശകരവുമായ വിഭവങ്ങളെ യൗസേപ്പ് സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാൻ ഈ നല്ല ദിവസം ഞങ്ങളെ അനുവദിക്കണമേ എന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവം തന്ന വിഷമിപ്പിക്കുന്ന, കഴിച്ചിട്ടിറക്കാൻ കഴിയാത്ത ആ അനുഭവത്തെ, ഒരു പിടിയും കിട്ടാത്ത അനുഭവത്തെ, ഇനി അതിൻ്റെ ആന്തരിക അർത്ഥം അറിയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയല്ല ചെയ്യേണ്ടത്. ഒന്നിനായി യൗസേപ്പിനെ പോലെ നമുക്ക് കീഴ്വഴങ്ങിക്കൊണ്ട് പറയാം, പിടികിട്ടുന്നില്ല എങ്കിലും സമർപ്പിക്കുന്നു, സ്വീകരിക്കുന്നു. ഈശോയിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, മാറ്റാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങളെ അംഗീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിഹാര മാർഗങ്ങൾ ഒന്നും തെളിഞ്ഞു വരാൻ സാധ്യതയില്ല എന്ന് കാണുമ്പോൾ ആ സമയത്തും അങ്ങയെ ചേർത്ത് പിടിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങേക്ക് ഒരിക്കലും തെറ്റു പറ്റില്ല എന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയെ നീ പഠിപ്പിക്കണമേ. ഈശോയിലേക്ക് ജീവിതത്തെ കൊടുത്ത് സ്നേഹത്തോടെ നമുക്ക് അവന് നന്ദി പറയാം. അവൻ നമ്മുടെ സമീപത്തുണ്ട്, അവൻ നമ്മുടെ ചാരത്തുണ്ട്, അവൻ നമ്മോടൊപ്പമുണ്ട്, അവൻ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും, അവൻ നമ്മളെ ചേർത്ത് പിടിക്കും, ആവശ്യമായതെല്ലാം അവൻ നമുക്ക് തരും. കർത്താവെ, സ്വീകരിക്കാനുള്ള ഒരു മനസ്സെനിക്ക് തരണമേ. എല്ലാം സ്വീകരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ഹൃദയം തരുന്ന ദൈവമേ, സ്വീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ വീരുന്നു മേശകളിൽ കൈപ്പൂനീർ മാത്രം വിളമ്പിയാലും മട്ടുവരെ കുടിച്ചിടുവാ സ്വർഗദാതാ കൽപ്പേകണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടേണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ യൗസേപ്പിതാവേ, അങ്ങേ സഹായം തേടി അങ്ങേ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെപ്പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകൻ്റെ വളർത്തു പിതാവേ, എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. സ്നേഹതാതനാം മാർയൗസേപ്പേ, തിരുക്കുടുംബത്തിൻ്റെ പാലകനേ, സ്നേഹമോടെൻ്റെ ഗേഹത്തിൽ വന്ന് വഴികാട്ടിയിടണേ അനുദിനവും, വഴികാട്ടിയിടണേ അനുദിനവും. താതാവിൻ ചാരയെ
നാഥാ നിൻ ചാരയെപ്പോഴും എത്താമെന്ന ബോധ്യം ഞങ്ങൾക്കു നീയേകണേ. തൻ പക്കലെത്തും മക്കൾക്കായി അലിവോടെ മധ്യസ്ഥം തന്നരുൾക. പാലക നിന്നോടെ പാഥേയമാകും സുഹൃതങ്ങളിൽ എന്നെ വളർത്തണമേ. പാലക നിന്നോടെ പാഥേയമാകും സുഹൃതങ്ങളിൽ എന്നെ വളർത്തണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പൂർവ്വപിതാക്കന്മാരുടെ വെളിച്ചമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, എല്ലാം സ്വീകരിക്കാൻ പഠിപ്പിക്കുന്ന പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവമാതാവിന്റെ വിരക്ത ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാരനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ക്രിസ്തുവിന്റെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, തിരുക്കുടുംബത്തിന്റെ പാലകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, എത്രയും നിർമ്മല നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, എത്രയും വിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദാരിദ്ര്യത്തിന്റെ സ്നേഹിതനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യകകളുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കുടുംബങ്ങളുടെ ശക്തിയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വേദനിക്കുന്നവരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രോഗികളുടെ പ്രത്യാശയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പിശാചുക്കളുടെ പേടി സ്വപ്നമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, തിരുസഭയുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മരിക്കുന്നവരുടെ ശരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവീശോയെ, അങ്ങയുടെ ഏറ്റവും പരിശുദ്ധിയായ മാതാവിന്റെ വിരക്തയായ ഭർത്താവായ വിശുദ്ധ യൗസേപ്പിന്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിന്റെ മധ്യസ്ഥത്തിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ആരാധന 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 ക്രൂശിലേറും നേരമെല്ലാം സ്തോത്രഗാനം പാടിയിടുവാൻ, ക്രൂശിലേറും നേരമെല്ലാം സ്തോത്രഗാനം